ഹായ് ഓൾ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മുടെ UV സ്പെക്ട്രോസ്കോപ്പി, അതേപോലെ നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പി, NMR സ്പെക്ട്രോസ്കോപ്പി, 3 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആയിരുന്നു നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് 3 നമ്മൾ തിയറട്ടിക്കൽ ക്ലാസ്സസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ PSC എക്സാംസിന് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പം അത്തരത്തിൽ നമ്മൾ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നത്തെ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി കൺസെപ്റ്റ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതിൽ ഒരുവിധം പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി തിയറി പഠിച്ചു പോയ സമയത്ത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എങ്കിൽ പോലും നമുക്ക് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരും എന്ന രീതിയിൽ നമുക്ക് ഓർപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. IR സ്പെക്ട്രോസ്കോപ്പിയാണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ നമ്പർ ഓഫ് നോർമൽ വൈബ്രേഷണൽ മോഡ്സ് ഇൻ ദി C6H6 മോളിക്യൂൾ. C6H6 മോളിക്യൂളിലുള്ള ടോട്ടൽ വൈബ്രേഷണൽ മോഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. വൈബ്രേഷണൽ മോഡുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെയിം ചോദ്യം തന്നെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ C6H6 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. C6H6 ആദ്യം നമ്മൾ വൈബ്രേഷണൽ മോഡ്സ് കണക്കാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? വൈബ്രേഷണൽ മോഡ്സ് കണക്കാക്കാനായിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. A, B 2 ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ ഒരു ഇക്വേഷൻ, നോൺ ലീനിയർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, ലീനിയർ മോളിക്യൂൾസിന്റെ കേസിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 3n - 5. ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസിന്റെ കേസിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 3n - 6. ഓക്കെ, ഇനി C6H6 എന്ന് പറയുന്ന ബെൻസീൻ മോളിക്യൂൾ എന്ന് പറയുന്നത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നോക്കിയിട്ടാണ് ഇക്വേഷൻ തിരഞ്ഞെടുക്കുക. അപ്പം C6H6 എന്ന് പറയുന്ന ബെൻസീനിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ലേ വരിക? ബെൻസീന്റെ സ്ട്രക്ചർ ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണോ? അല്ല, തീർച്ചയായിട്ടും ലീനിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുള്ളൂ അല്ലേ. ഇത് നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് തീർച്ചയായിട്ടും വരിക. ഓക്കെ, അപ്പൊ നോൺ ലീനിയർ ആയതുകൊണ്ട് ഏത് ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ? 3n - 6 എന്നുള്ള ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ വൈബ്രേഷണൽ മോഡ്സ് കണക്കാക്കാനായിട്ട്. ഓക്കെ, ആൻഡ് അതിൽ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദി മോളിക്യൂൾ ആണ്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ എത്രയാണ്? C6H6 മൊത്തത്തിൽ 12 ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാ ഇക്വേഷൻ വരിക? 3 × 12 - 6. 12 × 3 എന്താ? 36. 36 - 6 which is equal to 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ബെൻസീൻ മോളിക്യൂൾസിനകത്ത് മൊത്തത്തിൽ എത്ര ഡിഗ്രീസ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ വൈബ്രേഷണൽ മോഡ്സ് ഉണ്ട്? മൊത്തത്തിൽ 30 എന്ന് കിട്ടി. നോൺ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് 3n - 6 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടലി 30 വൈബ്രേഷണൽ മോഡ്സ് ആണുള്ളത് എന്ന് കിട്ടി. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദി സ്പെക്ട്രൽ ലൈൻ ഡ്യൂ ടു ദി ട്രാൻസിഷൻ ഫ്രം V = 0 to V = 2 ട്രാൻസിഷൻ ഈസ് കോൾഡ്. അപ്പോൾ യൂഷ്വലി നമ്മുടെ വൈബ്രേഷണൽ എനർജി ലെവൽ 0യിൽ നിന്നും വൈബ്രേഷണൽ എനർജി ലെവൽ V = 2യിലേക്കുള്ള ട്രാൻസിഷനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് ആണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബാൻഡ്സ് ആണോ, ഫസ്റ്റ് ഓവർടോൺ ആണോ, സെക്കൻഡ് ഓവർടോൺ എന്നാണോ, ബേസ് പീക്ക് എന്നാണോ? ഓക്കെ, ഇതിൽ ഏത് പേരിലാണ് V = 0 to V = 2യിലോട്ടുള്ള ട്രാൻസിഷനെ അറിയപ്പെടുന്നത്? ഓക്കെ, ഫണ്ടമെന്റൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബാൻഡ്സ്, ഫസ്റ്റ് ഓവർടോൺ, സെക്കൻഡ് ഓവർടോൺ, ബേസ് പീക്ക്. ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നോക്കുക, V = 0, V = 1, V = 2, V = 3 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡിഫറെന്റ് വൈബ്രേഷണൽ എനർജി ലെവൽസ് ആണ്. 0 എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ ആണ്. 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ ഫസ്റ്റ് വൈബ്രേഷണൽ എനർജി ലെവൽ. 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് വൈബ്രേഷണൽ എനർജി ലെവൽ. 3 എന്ന് പറയുമ്പോൾ തേർഡ് വൈബ്രേഷണൽ എനർജി ലെവൽ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ V = 0യിൽ നിന്നും V = 1ലേക്കുള്ള ട്രാൻസിഷൻ, അതായത് V = 0 അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്നും V = 1 എന്ന് പറയുന്ന എനർജി ലെവലിലേക്കുള്ള ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ഫണ്ടമെന്റൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബാൻഡ്സ്. ഓക്കെ, എന്താണ് ഫണ്ടമെന്റൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ബാൻഡ്സ് എന്നറിയപ്പെടും. ഓക്കെ, ഇനി v = 0 നിന്നും v = 2 ട്രാൻസിഷനെ അപ്പൊ എന്താ വിളിക്കുക? ഫസ്റ്റ് ഓവർടോൺ എന്നാണ് വിളിക്കുക. ആൻഡ് v = 0 നിന്നും v = 3 ട്രാൻസിഷനെ എന്താ വിളിക്കുക? സെക്കൻഡ് ഓവർടോൺ എന്നാണ് വിളിക്കുക. ഇനി ഈ പറഞ്ഞ ഫണ്ടമെന്റൽ അബ്സോർപ്ഷനും ഫസ്റ്റ് ഓവർടോണും സെക്കൻഡ് ഓവർടോണും ഒക്കെ v = 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. ഇനി v = 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിഷനെ നമ്മൾ എന്താ വിളിക്കുക? v = 1 നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹോട്ട് ബാൻഡ്സ് എന്നാണ് കേട്ടോ. v = 1 നിന്നും ഹയർ ലെവൽസിലേക്ക് നടക്കുന്ന ട്രാൻസിഷനെ നമ്മൾ വിളിക്കുന്നത് ഹോട്ട് ബാൻഡ്സ്. v = 1 to v = 2 അല്ലെ v = 1 to v = 3 ട്രാൻസിഷൻസിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ട് ബാൻഡ്സ്. v = 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഹോട്ട് ബാൻഡ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്തുകൊണ്ടാണ് ഹോട്ട് ബാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്? കാരണം v = 1 നിന്ന് നടക്കുന്ന ട്രാൻസിഷൻസ് ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഒരു ഹൈ ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ടാണ് യൂഷ്വലി അതിനെ ഹോട്ട് ബാൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? v = 0 നിന്നും v = 2 ട്രാൻസിഷനെ ഫസ്റ്റ് ഓവർടോൺ എന്നാണ് വിളിക്കുക. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഈസ് നോൺ ആസ് ദി ഫിംഗർ പ്രിന്റ് റീജിയൻ ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിയിൽ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നറിയപ്പെടുന്ന റീജിയൻ 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ്, ദെൻ 12,500 to 400 centimeter inverse, 666 to 50 centimeter inverse and 666 to 4,000 centimeter inverse. ഏതാണ്? ഞാൻ പഠിപ്പിച്ച സമയത്ത് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഫിംഗർ പ്രിന്റ് റീജിയൻ പലതവണയും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് റീജിയനെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്? 900 മുതൽ 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് വരെയുള്ള റീജിയനെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു റീജിയനെ നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് വിളിച്ചത്? കാരണം ഈ റീജിയനിൽ നമ്മൾ ഒരു മോളിക്യൂളിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം മറ്റൊരു മോളിക്യൂളിന് ഐഡന്റിക്കൽ ആയിട്ട് ഇതേപോലെ ആ ഒരു റീജിയനിൽ കിട്ടത്തില്ല. അപ്പം ഐഡന്റിറ്റിയാണ്, മോളിക്യൂളിന്റെ ഐഡന്റിറ്റിയാണ് ആ ഒരു റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മോളിക്യൂളിന്റെ സ്പെക്ട്രം. അതായത് ഒരാൾക്കുള്ളത് പോലെ മറ്റൊരാൾക്ക് കിട്ടത്തില്ല. അതൊരു മോളിക്യൂളിന്റെ ഐഡന്റിറ്റിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അല്ലെ ആ ഒരു റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുക കേട്ടോ. അപ്പൊ ദ റീജിയൻ 1500 എന്ന് പറയും, ചിലടുത്ത് 1400 കേട്ടോ. ആ റേഞ്ച് ഏകദേശം റേഞ്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. 900 to 1400 1500 ആ ഒരു റേഞ്ച്, അതിനെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി മോളിക്യൂൾ. ഈ റീജിയനിൽ മോളിക്യൂളിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ഐഡന്റിറ്റിയാണ്. No two compounds have identical bands in this region. രണ്ട് മോളിക്യൂൾസിന് ഫിംഗർ പ്രിന്റ് റീജിയനിൽ ഒരേപോലത്തെ സ്പെക്ട്രം കിട്ടുമോ? ഇല്ല, യാതൊരു കാരണവശാലും കിട്ടത്തില്ല. This fingerprint region of an IR spectrum is very useful for establishing the identity of two compounds. ഇപ്പം നമുക്ക് രണ്ട് കോമ്പൗണ്ടുകളെ വേർതിരിച്ച് അവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് റീജിയന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അവരുടെ സ്പെക്ട്രം എടുത്താൽ മതി. അപ്പോൾ യാതൊരു കാരണവശാലും രണ്ട് മോളിക്യൂൾസിന് ഈ ഒരു റീജിയനിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള സ്പെക്ട്രം കിട്ടത്തില്ല. അപ്പോൾ രണ്ട് മോളിക്യൂൾസിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അടുത്ത ചോദ്യം നോക്കാം. ദ മോളിക്യൂൾ ദാറ്റ് ഗീവ്സ് IR ആക്റ്റീവ് വൈബ്രേഷൻസ്. അപ്പം ഇതിൽ ഏത് മോളിക്യൂളാണ് IR ആക്റ്റീവ് വൈബ്രേഷൻസ് തരുന്നത്? NO ആണോ, CH4 ആണോ, H2 ആണോ, ഓൾ ഓഫ് ദീസ്, ഇവയെല്ലാം ആണോ? ഇതിൽ IR ആക്റ്റീവ് വൈബ്രേഷൻസ് തരുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. NO, CH4, H2, ഓൾ ഓഫ് ദീസ്. ആരാണ് IR ആക്റ്റീവ് വൈബ്രേഷൻസ് തരുന്നത്? നമുക്കറിയാം ഒരു മോളിക്യൂള് IR ആക്റ്റീവ്, ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? മോളിക്യൂൾ ഷുഡ് പോസസ് എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. മോളിക്യൂൾ ഷുഡ് പോസസ് എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. മോളിക്യൂൾ മൈക്രോവേവ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ മോളിക്യൂൾ ഷുഡ് ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ആൻഡ് മോളിക്യൂൾ IR ആക്റ്റീവ് അല്ലെങ്കിൽ വൈബ്രേഷണലി ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ
molecule should have a change in dipole moment. Okay, അപ്പോൾ യൂഷ്വലി നമ്മുടെ ഹോമോഡയറ്റോമിക് മോളിക്യൂൾ ആയിട്ടുള്ള ആളുകൾ H2, N2, O2 ഇവർക്കൊന്നും ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഇല്ല. അപ്പം അങ്ങനെയുള്ള മോളിക്യൂൾസ് എല്ലാം യൂഷ്വലി IR ഇനാക്റ്റീവ് ആകാറാണ് സാധ്യത. അപ്പം H2 എന്താണ്? IR ഇനാക്റ്റീവ് ആണ്. നമുക്ക് IR ആക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓപ്ഷൻസിലുള്ള രണ്ടുപേരും ഒന്ന് NO, ഒന്ന് CH4 ആണ്. അപ്പം NOയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NOയുടെ കേസിൽ ഇങ്ങോട്ടുള്ള ഡൈപോൾ മൊമെന്റ് വ്യത്യസ്തമാണ്. കാരണം ഒരിടത്തോട്ട് ഓക്സിജൻ, ഒരിടത്തോട്ട് നൈട്രജൻ ആണ്. തീർച്ചയായിട്ടും ഡൈപോൾ ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റും ഉണ്ട്. NO അപ്പം തീർച്ചയായിട്ടും എന്താവാം? IR ആക്റ്റീവ് ആണ്. ലീനിയർ മോളിക്യൂൾ ആണ്, പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആറ്റംസ് രണ്ടും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർക്കൊരു നെറ്റ് ഡൈപോൾ, ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ NO എന്ന് പറയുന്നത് IR ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. പക്ഷെ CH4 നമ്മൾ വിചാരിക്കും കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻസ്, അപ്പോൾ ടെട്രാഹൈഡ്രൽ ജിയോമെട്രിയും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും പരസ്പരം ക്യാൻസൽ ആയി പോകത്തില്ല. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ടെട്രാഹെഡ്രൽ ജിയോമെട്രി വരുന്ന ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇങ്ങോട്ടുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റും അതേപോലെ താഴെയുള്ള ബാക്കിയുള്ള മോളിക്യൂൾസ് കാരണം താഴോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഡൈപോൾ മൊമെന്റും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. സോ അത് പരസ്പരം ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റും 0 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്യുവർലി ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ IR ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ മാത്രമല്ല, അപ്പോൾ IR ഇനാക്റ്റീവ് ആയിട്ടുള്ളത് കൂടെ ടെട്രാഹെഡ്രൽ മോളിക്യൂൾസും IR ഇനാക്റ്റീവ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇയാൾ ടെട്രാഹെഡ്രൽ ആണ്, അപ്പോൾ ഇയാളും എന്താണ്? ഇനാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ IR സ്പെക്ട്രം തരുന്നത് ആരാണ്? IR ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അല്ലേ. അപ്പോൾ ആരാണ് IR ആക്റ്റീവ് കൂട്ടത്തിൽ? NO മാത്രമാണ് ഈ ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ ആകെ IR ആക്റ്റീവ് ആയിട്ടുള്ള ആള്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ NO എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഇൻ ദി മോളിക്യൂൾസ് H2O ആൻഡ് CO2? H2Oയ്ക്കകത്തും CO2വിനകത്തും എത്ര വൈബ്രേഷണൽ ഡിഗ്രീസ് ഉണ്ട് എന്നാണ് ചോദ്യം. പല പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത്, ചിലയിടത്ത് CO2 മാത്രം ചോദിക്കും, ചിലയിടത്ത് H2O മാത്രം ചോദിക്കും, ചിലയിടത്ത് രണ്ടും കൂടെ ഒരുമിച്ചും ചോദിക്കും. ഇതും പല പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്ത് ചെയ്ത് നോക്കിയിട്ടും ഉള്ളതാണ് അല്ലേ. H2Oയും CO2വിൻ്റെയും കേസിൽ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ ഇവിടെ H2Oയും CO2, H2Oനെ സംബന്ധിച്ചിടത്തോളം അവർ ബെൻഡ് ഷേപ്പാണ് ഫോളോ ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ലീനിയർ ഷേപ്പുമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇയാള് നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്, പക്ഷെ ഇയാള് ലീനിയർ ആയിട്ടുള്ള മോളിക്യൂളാണ്. അതാണ് ഇവർ രണ്ടും പേരും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നോൺ ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കേസിൽ നമ്മൾ 3n-6 എന്ന് പറയുന്ന ഇക്വേഷനാണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാൻ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇവരുടെ കേസിലോ 3n-5 എന്ന് പറയുന്ന ഇക്വേഷനാണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഓക്കെ, അത് ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആറ്റംസ് ആണ് അല്ലേ. അപ്പം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 3 × 3 -6, ദാറ്റ് ഈസ് 9 - 6 or 3. അപ്പോൾ വാട്ടറിന്റെ കേസിൽ മൊത്തത്തിൽ 3 ഡിഗ്രീസ് ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എന്നുള്ളത് കിട്ടി. കാർബൺ ഡയോക്സൈഡിന്റെ കേസിലോ 3 × 3 - 5, ദാറ്റ് ഈസ് 9 - 5 which is equal to 4. അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്, വാട്ടറിന്റെ കേസിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഉണ്ട്. മനസ്സിലായില്ലേ? ചെയ്യുന്നതെല്ലാം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത സമയത്തും ചെയ്തതാണ്. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വാട്ടറിൽ 3, കാർബൺ ഡയോക്സൈഡിൽ 4 എന്നുള്ള ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ടറിൽ 3, കാർബൺ ഡയോക്സൈഡിൽ 4, അതായത് ഓപ്ഷൻ ഡിയിലാണ് അല്ലേ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 3 and 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കുക, ആറാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് IR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഇൻകറക്റ്റ്? അപ്പൊ ഇവിടെ IR സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടതും കാർബൺ ഡയോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഓക്കെ, തെറ്റായിട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കാനായിട്ടാണ് ചോദ്യം. നമുക്കൊന്ന് നോക്കാം, ഓരോ ഓപ്ഷൻസ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഹാസ് 4 വൈബ്രേഷണൽ മോഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കാർബൺ ഡയോക്സൈഡിൽ 4 വൈബ്രേഷണൽ മോഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. ഓക്കെ, നോക്കാം. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അല്ലേ? ഇങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് എത്ര തരത്തിലുള്ള വൈബ്രേഷൻസ് പോസിബിൾ ആണ്? ഒന്നാമത്തെ, ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നു, അതായത് രണ്ടിടത്ത് ഒരേപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യത്തെ നോക്കിക്കേ, ഇതിവിടെ സിമട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആണ് അല്ലേ? അപ്പം കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് പോസിബിൾ ആണെന്ന് മനസ്സിലായി. അടുത്തത്, ഞാൻ ഇങ്ങോട്ട് ഇത്രയും സ്ട്രെച്ച് ചെയ്തു, പക്ഷെ ഇങ്ങോട്ട് ഇത്രയും സ്ട്രെച്ച് ചെയ്തോളൂ. അപ്പോൾ അവരുടെ സ്ട്രക്ചർ എങ്ങനെ വരും? ഒരെണ്ണം കുറച്ച് ലെങ്ത് കൂടുതലും ഒരെണ്ണം കുറച്ച് ലെങ്ത് കുറവായിട്ട് കിട്ടും അല്ലേ? സ്ട്രെച്ച് ചെയ്തതായിട്ട് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് വിളിക്കും കേട്ടോ, അസിമെട്രിക് സ്ട്രെച്ചിങ്. അപ്പോൾ ഒരു സിമെട്രിക് സ്ട്രെച്ചിങ്ങും കിട്ടി, ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ്ങും കിട്ടി. ഇനി എന്ത് പറ്റും? നമുക്ക് ഈ കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചറിൽ ബെൻഡിങ് വൈബ്രേഷൻസും പോസിബിൾ ആണ് അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ബെൻഡിങ് വൈബ്രേഷൻസും പോസിബിൾ ആണ്. അപ്പം എങ്ങനെയാ? രണ്ട് ബെൻഡിങ് വൈബ്രേഷൻസും പോസിബിൾ ആണ്. ഒരു സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ഒരു അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, രണ്ട് ബെൻഡിങ് വൈബ്രേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇവരുടെ കേസിൽ മൊത്തത്തിൽ എത്ര വൈബ്രേഷൻസ് പോസിബിൾ ആണെന്ന് മനസ്സിലായി? 4, രണ്ട് സ്ട്രെച്ചിങ്ങും രണ്ട് ബെൻഡിങ്ങും കൂടെ ചേർത്ത് 4 വൈബ്രേഷൻസ് പോസിബിൾ ആണ് കാർബൺ ഡയോക്സൈഡിൽ നിന്ന് കിട്ടി. അതല്ലായിരുന്നു ഒന്നാമത്തെ ഓപ്ഷൻ, CO2 ഹാസ് 4 വൈബ്രേഷണൽ മോഡ്സ്. ശരിയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കുക, ദ അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഓഫ് CO2 IR ഇനാക്റ്റീവ്. അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് IR ഇനാക്റ്റീവ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങോട്ട് ഞാൻ ഇത്രയും സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ഇത്രയും സ്ട്രെച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? ഇപ്പൊ ഇങ്ങോട്ടായിരുന്നു ഇതാണ് സിമെട്രിക് സ്ട്രെച്ചിങ് ആകുമ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ +2 ആണെങ്കിൽ ഇങ്ങോട്ട് -2 ആണ്, നെറ്റ് എഫക്ട് 0 ആണ്, അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വരത്തില്ല, അത് IR ഇനാക്റ്റീവ് ആണെന്ന് പറയാം. പക്ഷേ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ നോക്കിക്കേ, നിങ്ങൾ ഇങ്ങോട്ട് +5 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് -2 മാത്രമേ ഉള്ളൂ അല്ലേ? ഇങ്ങോട്ട് +5 വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്തേ ഉള്ളൂ? -2 മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ +2 -2 ചെയ്താൽ നമുക്ക് +3 എന്നൊരു വാല്യൂ കിട്ടും അല്ലേ? അതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് എത്രയുണ്ടോ അതിനെക്കാട്ടി കുറച്ചേ ഉള്ളൂ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് IR ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? തീർച്ചയായിട്ടും IR ആക്റ്റീവ് ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ എന്താ കൊടുത്തിട്ടുള്ളത്? അത് IR ഇനാക്റ്റീവ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? IR ഇനാക്റ്റീവ് ആണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, തെറ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്, അത് ഓപ്ഷൻ B ആണെന്നുള്ളത് നമുക്ക് കിട്ടി. എങ്കിലും ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇനാക്റ്റീവ്. ശരിയാണ്, സിമെട്രിക് സ്ട്രെച്ചിങ് നമ്മൾ കണ്ടു. അങ്ങോട്ട് +3 ആണെങ്കിൽ ഇങ്ങോട്ട് -3, നെറ്റ് എഫക്ട് 0 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഇല്ല, IR ഇനാക്റ്റീവ് ആണ്. ശരിയാണ്, സിമെട്രിക് സ്ട്രെച്ച് IR ഇനാക്റ്റീവ് ആണ്. അടുത്ത ബെൻഡിങ് വൈബ്രേഷൻസ് IR ആക്റ്റീവ് ആണ്. ബെൻഡിങ് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഇതിനെ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടോ ബെൻഡ് ചെയ്യാണ്. ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവർക്കൊരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് സംഭവിക്കും, 0 ആയി പോകത്തില്ല. ബെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരുമല്ലേ, അപ്പം ഇങ്ങോട്ടും ഇതുകൂടെ നമ്മുടെ വാട്ടറിൻ്റെയൊക്കെ സ്ട്രക്ചർ പോലെ, അതായത് അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് വരും. ഓക്കെ, അപ്പോൾ അവിടെ ബെൻഡിങ് വൈബ്രേഷൻസും
ഉണ്ട്. IR ആക്റ്റീവ് ആണ് 2. അപ്പോൾ അതും ശരിയാണ്. ബെൻഡിങ് വൈബ്രേഷൻസ് ഓഫ് CO2 ആർ IR ആക്റ്റീവ്, അതും ശരിയാണ്. അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കിക്കേ. ഹൗ മെനി നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആർ പോസിബിൾ ഫോർ OCS? OCS മോളിക്യൂളിൽ എത്ര നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് പോസിബിൾ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ OCSന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? ഇങ്ങനെ ആയിരിക്കും OCSന്റെ സ്ട്രക്ചർ വരിക. ഓക്കെ, ഇതേത് ഷേപ്പാണ് വന്നിട്ടുള്ളത്? OCSന് ലീനിയർ ഷേപ്പാണ് അല്ലെ, ലീനിയർ സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ലീനിയർ മോളിക്യൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 3n-5 ആണ്. ഓക്കെ, n എത്രയാണ്? ഒരു O ഉണ്ട്, ഒരു C ഉണ്ട്, ഒരു S ഉണ്ട്, 3 പേരുണ്ട് അല്ലെ. -5, 9 - 5 which is equal to 4. അപ്പൊ OCS നമ്മുടെ CO2ന്റെ പോലെ തന്നെയാണ് അല്ലെ. എത്ര വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ തന്നെയാണ് നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? ഡി, 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ട്രക്ചറും കാൽക്കുലേഷനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻ? അപ്പൊ തന്നിട്ടുള്ളതിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻസിന്റെ എക്സാമ്പിൾ ഏതാണ് എന്നാണ് ചോദ്യം. ട്വിസ്റ്റിംഗ് ആണോ, സിസറിംഗ് ആണോ, റോക്കിംഗ് ആണോ, സിമെട്രിക് സ്ട്രെച്ചിങ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ബെൻഡിങ് വൈബ്രേഷൻ അല്ല. അപ്പൊ ഓപ്ഷൻ ഡി അല്ല എന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ ബെൻഡിങ് വൈബ്രേഷൻസിന് അത് 4 എണ്ണമുണ്ട്. സിസറിംഗ് ഉണ്ട്, റോക്കിംഗ് ഉണ്ട്, ട്വിസ്റ്റിംഗ് ഉണ്ട്, വാഗിംഗ് ഉണ്ട്. ഇങ്ങനെ 4 പേരുണ്ട്. അപ്പൊ ഇതിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ വൈബ്രേഷൻ ട്വിസ്റ്റിംഗ് ആണോ, സിസറിംഗ് ആണോ, റോക്കിംഗ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ തിയറട്ടിക്കൽ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞതാണ്. പക്ഷേ ഈ ചോദ്യം ഒരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് വേഗത്തിൽ ആ ബെൻഡിങ് വൈബ്രേഷൻസ് ഒന്ന് പറഞ്ഞു പോവാം. സിസറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചർ താണ്ടി കൊടുത്തേക്കുന്ന പോലെ, സിസേഴ്സിനെ പോലെ. സിസേഴ്സ് എന്താ ചെയ്യുക? ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട് പോവുക, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ മൂവ് ചെയ്യുക, അതാണ് സിസറിങ്. ഓക്കെ, അടുത്ത റോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ഡയറക്ഷൻ. ഇങ്ങനെ 2 പേരുണ്ടെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട്, ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട്. അപ്പോൾ 2 ആറ്റംസും സെയിം ഡയറക്ഷൻസിൽ മൂവ് ചെയ്യുവാണ്, അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റോക്കിംഗ് എന്ന് പറയുന്നത്. റോക്കിങ്ങും സിസറിങ്ങും ഇൻപ്ലെയിൻ വൈബ്രേഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇൻപ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻസിന്റെ എക്സാമ്പിൾ ആണ് റോക്കിങ്ങും സിസറിങ്ങും. ഓക്കെ, ബാക്കി വാഗിങ്ങും ട്വിസ്റ്റിങ്ങും എന്താണ്? വാഗിങ് എന്ന് പറയുമ്പോൾ 2 ആറ്റംസും ഒന്നുകിൽ എബവ് ദി പ്ലെയിൻ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിലോ ദ പ്ലെയിൻ മൂവ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ട്വിസ്റ്റിംഗ് എന്ന് പറയുമ്പോഴോ ഒരു ആറ്റം എബവ് ദി പ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ അടുത്ത ആള് ബിലോ ദ പ്ലെയിൻ മൂവ് ചെയ്യുന്നു. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്വിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. കണ്ടില്ലേ, 2 പേരും അപ്പ് അല്ലെ 2 പേരും ഡൗൺ, വാഗിങ്. ഒരാൾ അപ്പ് ഒരാൾ ഡൗൺ, ട്വിസ്റ്റിംഗ്. ഓക്കെ, വാഗിങ്ങും ട്വിസ്റ്റിംഗും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഔട്ട് ഓഫ് ദി പ്ലെയിൻ ബെൻഡിങ്ങിന്റെ എക്സാമ്പിൾ ആണ് വാഗിങ്ങും ട്വിസ്റ്റിംഗും. ഓക്കെ, അപ്പോൾ നടുവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോളിക്കുലർ വൈബ്രേഷൻസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് എന്നും ബെൻഡിങ് വൈബ്രേഷൻസ് എന്നും. സ്ട്രെച്ചിങ് വൈബ്രേഷൻസിൽ ജസ്റ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ള ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ബെൻഡിങ് വൈബ്രേഷൻസിലോ ബോണ്ട് ആംഗിൾസ് ചേഞ്ച് ചെയ്യും. ബെൻഡിങ് വൈബ്രേഷൻസ് നടക്കുമ്പോൾ ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യും. സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് നടക്കുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നുമില്ല, ബോൺസ് സ്ട്രെച്ച് ചെയ്യുന്നു, മാറുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലെ. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം സ്ട്രെച്ചിങ് വൈബ്രേഷൻസിനെ 2ആയിട്ട് തിരിച്ചു, സിമെട്രിക്കൽ എന്നും അസിമെട്രിക്കൽ എന്നും. ബെൻഡിങ് വൈബ്രേഷൻസിനെ 4ആയിട്ട് തിരിച്ചു, സിസറിങ്, റോക്കിങ്, ട്വിസ്റ്റിങ്, വാഗിങ് എന്ന്. ഓക്കെ, അപ്പോൾ ഏതാണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ബെൻഡിങ്ങിന്റെ എക്സാമ്പിൾ? നമ്മളിപ്പോൾ അവസാനം പറഞ്ഞു നമ്മുടെ ട്വിസ്റ്റിങ്ങും വാഗിങ്ങും ആണ് നമ്മുടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ വൈബ്രേഷൻസ്. ട്വിസ്റ്റിങ്ങും വാഗിങ്ങും ആണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. നമ്മുടെ സിസറിങ്ങും റോക്കിങ്ങും ഇൻ പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻസ് ആണ്. അപ്പം സിസറിങ്ങും റോക്കിങ്ങും ഇൻ പ്ലെയിൻ ആണ്. സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ബെൻഡിങ് വൈബ്രേഷൻസിന്റെ എക്സാമ്പിൾ ആര് മാത്രമേ ഉള്ളൂ? ട്വിസ്റ്റിംഗ്. ഓപ്ഷനെ ട്വിസ്റ്റിംഗ് മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഇൻ ആൻ IR സ്പെക്ട്രം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഹാസ് ദി ഹയസ്റ്റ് ഫ്രീക്വൻസി? അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി വരുന്ന
ആള് IR സ്പെക്ട്രത്തിൽ IR സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി റേഞ്ച് വരുന്നതെന്നാണ് ചോദ്യം. കീറ്റോൺ, ആൽഡിഹൈഡ്, എസ്റ്റർ, ആൽക്കഹോൾ. ആർക്കാണ്? നമ്മൾ പഠിച്ച സ്ട്രെച്ചിങ് ഫ്രീക്വൻസി റേഞ്ചസ് പഠിച്ച സമയത്ത് 3400, 3600 അല്ലെ 3200, 3600 റേഞ്ചിൽ 3400 റേഞ്ചിൽ നമ്മൾ പഠിച്ച ആർക്കാണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അല്ലേ. ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വിത്തൗട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്ന കേസിലാണ് 3200, 3400, 3600 റേഞ്ചിൽ നമുക്ക് IR സ്പെക്ട്രം കിട്ടിയത്. ആൻഡ് അവർക്കെല്ലാവരും ഏറ്റവും കൂടുതൽ IR സ്പെക്ട്രം അല്ല, ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് കിട്ടിയത് അല്ലേ. അപ്പോൾ അവർക്കെല്ലാവരും ഏറ്റവും കൂടുതൽ റേഞ്ച് ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രീ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 1600 റേഞ്ചിൽ വരും. ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ 3200, 3500, മറ്റേത് 3600, ഇത് 3200, 3500 റേഞ്ചിൽ വരും. ദെൻ അമീൻസ് 3300, 3500 റേഞ്ച്. ദെൻ ടെർമിനൽ ആൽക്കെയിൻസ് ആണെങ്കിൽ 3300, 3200 റേഞ്ചിൽ വരും. ദെൻ ആരോമാറ്റിക് CH ആണെങ്കിൽ 3000 റേഞ്ചിൽ വരും. ആലിഫാറ്റിക് CH ആണെങ്കിൽ 2800, 2900 റേഞ്ച് വരും. ദെൻ നൈട്രൽസ് ആണെങ്കിൽ 2200, 2300 റേഞ്ച്. ദെൻ ടെർമിനൽ C ട്രിപ്പിൾ ബോണ്ട് C ആണെങ്കിൽ 2200, 260, 210 റേഞ്ചിലൊക്കെ വരും. ദെൻ എസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 1750, 1740. ആൽഡിഹൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1720 റേഞ്ച്. കീറ്റോൺസ് ആണെങ്കിൽ ഒരു 1715 റേഞ്ച്. ദെൻ ആസ് നമ്മുടെ അമൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1680, 715 റേഞ്ചിലൊക്കെ വരും. ദെൻ ആൽക്കീൻസ് 1675, 1640. ഇത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഇവിടെ നമുക്ക് എളുപ്പമായിരുന്നു ചോദിച്ചത്, ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ആർക്കാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പ്രശ്നമില്ല, നമുക്കറിയാം ആൽക്കഹോളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് വാല്യൂ ഇപ്പോൾ 1715 ആരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ് എന്ന് സ്പെസിഫിക്കലി നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 1680 ആരുടെ കറസ്പോണ്ടിങ് ആണ് എന്നുള്ളത് സ്പെസിഫിക്കലി ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മാത്രമേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വാല്യൂസും കൂടി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, ആൽക്കഹോൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പിൽ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ ചോദ്യങ്ങളും തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരമാവധി ഒന്ന് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.